ഞാനും അരിയാഹാരം തന്നെയാ കഴിക്കുന്നത്. കുറച്ച് ദിവസമായി ഞാനിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. റൂം നമ്പർ 34 വിവേക് എന്ന പേഷ്യന്റുമായിട്ട് തനിക്ക് എന്താടോ ഒരു ചുറ്റിക്കളി? സാർ വെറുതെ അനാവശ്യം പറയരുത്. ആ പേഷ്യന്റ് എന്റെ ഒരു അടുത്ത ബന്ധുവാ. ആ ഒരു പരിഗണനയ്ക്കപ്പുറം ഞാനൊന്നും കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നവരൊക്കെ ചോദിക്കുമ്പോ ഉടനെ സമ്മതിച്ചിരല്ലേ? എടോ, എനിക്ക് തീരെ ബുദ്ധിയില്ല എന്നൊന്നും താൻ വിചാരിക്കരുത്. ബന്ധുവൊക്കെ അങ്ങ് വീട്ടില്, ഇവിടെ അല്ല. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ പേഷ്യന്റിനെ കെയർ ചെയ്തേ പറ്റൂ. സാറിന് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് ഒരാഴ്ച ലീവ് തന്നാ മതി. ഞാൻ അയാളെ പേഴ്സണൽ ആയിട്ട് നോക്കിക്കോളാം. എന്താ ഡോക്ടറെ, എന്തു പറ്റി? ഇപ്പൊ പോയവളില്ലേ, അവൾ ഏത് നേരവും റൂം നമ്പർ 34 പേഷ്യന്റിന്റെ അടുത്താ. ഒരു ചെറുക്കൻ, എന്നിട്ട് നമ്മുടെയൊക്കെ മുന്നില് ഒരു പതിവ്രത ചമയലും. എനിക്ക് മനസ്സിലായി. അവര് തമ്മിലുള്ള ഇരിപ്പുവശം തനിക്ക് മനസ്സിലാവഞ്ഞിട്ടാ. എന്ത് കാര്യം? അവനെ അനഘ സിസ്റ്ററുടെ കാമുകനാണ്. അത് തനിക്കെങ്ങനെ അറിയാം? ആ പേഷ്യന്റ് മുൻപൊരിക്കൽ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിരുന്നു. അതും കാര്യമായ അസുഖങ്ങളൊന്നും ഇല്ലാതെ. അത് ഇവിടെ കാണാനാ. അന്നേ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു. മുമ്പെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മാസം മുമ്പാണെന്ന് തോന്നുന്നു. 1 മാസം മുമ്പോ? എന്റെ പെണ്ണ അനക്ക, എന്റെ മാത്രം പെണ്ണ്. അവളുടെ ഒരു തലമുടി നാരയിൽ നീ തൊട്ടെന്നറിഞ്ഞ ആ നിമിഷം വരും ഞാൻ. എന്റെ കയറുമായിട്ട് കേട്ടോ. ഇതിന്റെ പേരില് എന്റെ പെണ്ണിനെ ദ്രോഹിക്കാൻ നീ തീരുമാനിച്ച ഞാനും തീരുമാനിക്കും. കേട്ടോ, എന്റെ പെണ്ണിന്റെ ദേഹത്ത് കൈയോട്ടല്ലോ ഞാനങ്ങ് വെട്ടിയെടുക്കും. അന്ന് എന്നെ മുഖം മൂടിയിട്ട് തല്ലിയതും ഇനി അവൻ തന്നെയാണോ? ചേച്ചി തൊഴുതിറങ്ങിയോ? അതെ മോളെ. ചേച്ചിയുടെ കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അതൊന്നും സാരമില്ല അശ്വതി. ചേരാത്തവര് തമ്മി ചേരാതിരിക്കുന്ന തന്നെയാ നല്ലത്. അല്ല, അശ്വതിയുടെ പുതിയ നാത്തൂൻ ആളെങ്ങനെയുണ്ട്? പുതിയ നാത്തൂനോ? അമൃതേച്ചി എന്തൊക്കെയായി പറയുന്നേ? ചേച്ചി എന്നെ കളിയാക്കിയതാണോ? അതെന്താ അശ്വതി അങ്ങനെ ചോദിച്ചേ? എന്റെ ഏട്ടന്റെ കല്യാണം മുടങ്ങിയ കാര്യം ചേച്ചി അറിഞ്ഞില്ലേ? മുടങ്ങിയോ? അപ്പൊ അഭിമന്യുന്റെ കല്യാണം മുടങ്ങിന്നോ? സത്യമായിട്ടും ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല മോളെ. ദിവ്യപ്രഭയുടെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി ഞങ്ങളുടെ അച്ഛനാണെന്ന സത്യം അന്ന് അവിടെ വെച്ചാ ഞങ്ങളും അറിയുന്നത്. മനസ്സ് വാച ഏട്ടനറിയാത്ത കാര്യങ്ങൾ മുഴുവൻ അവര് ഏട്ടന്റെ തലയിൽ ചാർത്തി കൊടുത്തു. പക്ഷേ അഭിമന്യു എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഏട്ടൻ ഇതൊന്നും ആരോടും പറയാതെ സ്വയം ഒരുക്കി ജീവിക്കുക. അതിനുശേഷം ഏട്ടൻ ഇതുവരെ ജോലിക്ക് പോലും പോയിട്ടില്ല. ഇതൊക്കെ അമൃതേച്ചിയോട് പറഞ്ഞു കാണുന്നാ ഞാൻ വിചാരിച്ച്. ഇല്ല, അഭിമന്യു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് അഭിമന്യു നല്ലൊരു കുടുംബജീവിതം നയിക്കാന്നാ ഞാൻ വിചാരിച്ചത്. ഏട്ടന്റെ കാര്യത്തില് അമ്മയും നല്ല സങ്കടത്തിലാ. അമൃതേച്ചി ഏട്ടനെ ഒന്ന് വിളിക്കണം, സംസാരിക്കണം. അമൃതേച്ചി വിളിച്ച ഏട്ടൻ അതൊരു വലിയ ആശ്വാസമായിരിക്കും. അതുപോലെ തന്നെ അമ്മ അന്ന് വീട്ടിൽ വന്ന് ചേച്ചിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ
ചേച്ചി മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം. ചേച്ചിയുടെ രണ്ടാനമ്മയും ആങ്ങളെയും കൂടി വന്ന് മോശമായി സംസാരിച്ചപ്പോ പറ്റിപ്പോയ കാര്യം അത്. അമ്മയ്ക്കതില് നല്ല വിഷമമുണ്ട്. അതൊന്നും സാരമില്ല അശ്വതി. അതിന്റെ പേരില് ഞങ്ങളോടോ അഭിയേട്ടനോടോ ഒരകൽച്ചയും ചേച്ചി ഇനി കാണിക്കരുത്. ഇനി നേരിൽ കാണുമ്പോ അമ്മ തന്നെ ചേച്ചിയോട് ഇക്കാര്യം പറഞ്ഞ് ക്ഷമ ചോദിക്കും. അതിലൊന്നും കാര്യമില്ല. ഞാനതൊക്കെ മറന്നു, അത്രേ ഉള്ളൂ. എന്നാ ശരി, ഞാൻ പോട്ടെ, നട അടയ്ക്കും. ശരി. ഹലോ സാർ. കല്യാണമാണെന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് ഇത് എത്ര ദിവസമായി അഭിമന്യു? ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് പകരം മറ്റൊരാളെ അപ്പോയിന്റ് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ നിങ്ങളെപ്പോലെ കഴിവും കാര്യക്ഷമതയുള്ള ഒരാളിനെയാണ് എൻ്റെ സ്ഥാപനത്തിന് ആവശ്യം. അറിയാം സാർ. എന്തറിയാന്ന്? എന്നിട്ടാണോ ഈ ഇറസ്പോൺസിബിൾ ബിഹേവിയർ? സാർ, ഞാൻ മാനസികമായിട്ട് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. കല്യാണമൊന്നും വിചാരിച്ച പോലെ സന്തോഷമായിട്ടല്ല നടന്നത്. എടോ, അതൊക്കെ ഞാൻ അറിഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പേഴ്സണൽ ലൈഫ് ഒരിക്കലും പ്രൊഫഷനെ ബാധിക്കരുത്. എനിക്ക് എൻ്റെ മനസ്സൊന്ന് ക്ലിയർ ആവാനായിട്ടൊരു അല്പസമയം സാറ് തരണം. ജസ്റ്റ് ഫ്യൂ മോർ ഡേയ്സ്. എൻ്റെ ലീവ് സാറ് ദയവ് ചെയ്തൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം. അമൃത, അഭിമന്യു തിരക്കിലാണോ? ഏയ് അല്ലല്ല, താൻ പറഞ്ഞു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. എന്താ, എന്തു പറ്റി? നേരിട്ട് സംസാരിക്കേണ്ട കാര്യമാ. ഇപ്പൊ എവിടെയുള്ളത്? ഞാനിപ്പോ വേളി ബീച്ചിനടുത്ത്, അവിടെ ഒരു സെന്റ് തോമസ് പള്ളി ഇല്ലേ, അതിനടുത്താ ഉള്ളത്. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എന്താ, ഇറങ്ങി വാ. ഇത്ര നല്ലൊരു ആംബിയൻസ് കണ്ടിട്ടും നിന്റെ മുഖത്ത് എന്താടി ഒരു സന്തോഷം കാണാത്തെ? നിന്റെ മൂടൊന്ന് ശരിയാക്കാനേ ഞങ്ങള് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത ട്രിപ്പായത്. ഒന്ന് ഉഷാറാവന്റെ ദിവ്യേ, ഇങ്ങോട്ട് വന്നേ. അത് വരാൻ ഇങ്ങ വന്നേ. മേഡം പറഞ്ഞതുപോലെ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായി ചെയ്തു തീർത്തിട്ടുണ്ട്. മിടുക്കി, ഇനിയും അതങ്ങനെ തന്നെ തുടരണം. മേഡം എന്തു പറയുന്നു അതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം. കലാവതി മേഡം ആണ് ഇപ്പൊ എന്റെ കൺകണ്ട ദൈവം. തേരാപ്പാര നടന്ന എനിക്ക് ജീവിക്കാൻ ഒരു ആ മതി പുകഴ്ത്തിയത്. ഇനിയും പുകഴ്ത്തിയാലേ ഞാൻ ഇവിടുന്ന് അങ്ങ് കിളന്നു പോകും. നിർത്തി നിർത്തി. കാര്യമൊക്കെ ശരി. പാചകത്തിന്റെ ABCD പോലും അറിയാത്ത നീ എങ്ങനെയാ പഞ്ചരത്നത്തിലെ കുക്കായിട്ട് പിടിച്ചു നിൽക്കുന്നത്? പിന്നെ എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടാണോ മേഡം എല്ലായിടത്തും പിടിച്ചു നിൽക്കുന്നത്? പിടി വിട്ട കുഴിയിലാണെന്ന് പേടി വന്നാ പിന്നെ നമ്മൾ എവിടെയും അള്ളിപ്പിടിച്ച് കേറും. 2 GB ഡാറ്റയും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പലതും നടക്കും. നീ കാര്യം പറ. അവരെന്ത് കറി ഉണ്ടാക്കാൻ പറഞ്ഞാലും
അപ്പൊ തന്നെ യൂട്യൂബിൽ നോക്കി പഠിച്ച് ഞാനതും ഉണ്ടാക്കും. പിന്നെ എന്റെ കെട്ടിയോൻ മട്ടാഞ്ചേരി ഡിസൂസിയെ ഒരു സ്റ്റാർ ഹോട്ടലിലെ കുക്കായിരുന്നേ. അപ്പനാനയുണ്ടെന്ന് കരുതി മക്കൾക്ക് തഴമ്പുണ്ടാവില്ലല്ലോ. മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടന്ന അതിന്റെ ഒരു മണം ഉണ്ടാവുമല്ലോ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങള് സിസിലി ശ്രദ്ധയോടെ കേൾക്കണം. ഓ മേഡം പറഞ്ഞാട്ടെ. അവിടെ നടക്കുന്ന ഓരോ ചെറു ചലനം പോലും നീ അപ്പ എന്നെ അറിയിക്കണം. എന്റെ ഫോണിൽ ഔട്ട് ഗോയിങ് ഉള്ളിടത്തോളം കാലം അതൊക്കെ ഞാൻ കൃത്യമായി ചെയ്തോളാം മേഡം. നീ എന്റെ ആളാണെന്ന് പഞ്ചരത്നത്തിലെ ഒരാൾക്കും ഒരു സംശയവും തോന്നാൻ പാടില്ല. പതിയെ പതിയെ പഞ്ചരത്നത്തിലെ എല്ലാവരുടെയും വിശ്വാസം നീ നേടിയെടുക്കണം. എടുത്തിരിക്കും. അവർക്കിടയിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ പോലും അവര് സിസിലിയോട് പങ്കുവെക്കണം. അത്രയ്ക്ക് വിശ്വാസം ആ പഞ്ചരത്നങ്ങൾക്കിടയിൽ നീ നേടിയെടുക്കണം. അതിനാദ്യം വേണ്ടത് ആ പെമ്പിളരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനമാണ്. അത് സിസിലി ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെ മൂളിയിട്ടും തലയാട്ടിയിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാവണമെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം, പരിഹരിക്കണം. അവരോട് സ്നേഹം അഭിനയിക്കണം. അഭിനയോ? അത് മാത്രം മേഡം ഈ സിസിലിയെ പഠിപ്പിക്കണ്ട. 10-30 കൊല്ലക്കാലം തട്ടേ കയറി വിലസിയവളാ ഈ കോതമംഗലം സിസിലി. അമ്പലപ്പറമ്പിലെ നാടകമല്ല ഇത്. അത് കളിക്കാനല്ല നിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പഞ്ചരത്നത്തിന്റെ അടിവേര് തോണ്ടാനാ. മനസ്സിലായോ? മനസ്സിലായി മേഡം, നന്നായി മനസ്സിലായി. അതെ, പഞ്ചരത്നത്തിലെ പെൺകുട്ടികളെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. പക്ഷേ അവിടെ അവരുടെ ഒരു അപ്പച്ചി തള്ളയുണ്ട്, ശ്യാമള. ഓ, അവളൊരു മുറ്റു സാധന. അതാ പ്രശ്നം. അവളെവിടെയുണ്ടോ? ഭർത്താവിനോട് പിണങ്ങി പഞ്ചരത്നത്തിൽ അവളവിടെ സ്ഥിരതാമസമാക്കിയിരിക്ക. ആ തള്ള അവിടെ ഉള്ളിടത്തോളം കാലം മേഡത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഞാൻ ഇച്ചിരി പാടുപെടും. ശ്യാമളെ പഞ്ചരത്നത്തിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സിസിലി ധൈര്യമായിട്ട് നാളെ മുതൽ പണി തുടങ്ങിക്കോ. ചേട്ടാ, ഹലോ, ഞാനിവിടെ പള്ളിയുടെ പിന്നിലുണ്ട്. അഭിമന്യു എവിടെയാണെന്നൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുമോ? ഞാൻ ദാ ഈ ബീച്ചിന്റെ സൈഡിലുണ്ട്. അമൃത എവിടെയാ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വരാം. ബുദ്ധിമുട്ടണ്ട, ഞാൻ വന്നോളാം. എന്നാ പിന്നെ ഒരു പണി ചെയ്യാം, ഞാൻ വാട്സാപ്പിൽ ലൊക്കേഷൻ കൊണ്ടേക്കാം, അത് നോക്കി വന്നാൽ മതി. ശരി. ജീവിതത്തിലേക്ക് വന്നു കയറുന്ന ഒരു കുരിശുകളെ. സത്യത്തിൽ നീ സന്തോഷിക്കാൻ വേണ്ട ദിവ്യേ. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിലോ? ഒന്ന് ഓർത്തു നോക്ക്. നേരാ, എങ്കിലും ഇതിനേക്കാളും വലിയ ദുരന്തമായേനെ. എന്റെ പ്രശ്നം ഇപ്പൊ അതൊന്നുമല്ല. പിന്നെ പെട്ടെന്ന് എനിക്ക് വേറൊരു കല്യാണം നടത്താനുള്ള ഒരുക്കത്തിലാ അമ്മ. എനിക്കാണെങ്കിൽ ആ സംഭവത്തോടെ ഇനി ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്റെ അമ്മയുടെ തീരുമാനം നല്ലതാണെന്നേ ഞാൻ പറയൂ. എത്രയും പെട്ടെന്ന് നീ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണം. എന്നാലും നിന്റെ മനസ്സിൽ നീ പഴയ കാര്യങ്ങളൊക്കെ മാഞ്ഞു പോകൂ. ഇതൊന്നും ഇനി എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവില്ല. എന്റെ അമ്മയുടെയും ജീവിതം താറുമാറായി പോയത് അച്ഛന്റെ മരണത്തോടെയാ. അതിന് കാരണക്കാരനായത് അഭിമന്യുവിന്റെ അച്ഛനാ.
അയാളും ആ കുടുംബവും ഒന്നടങ്ങുക. ഞാൻ ഒത്തിരി സ്വപ്നം കണ്ട എന്റെ കല്യാണം ഇല്ലാതാക്കിയത്. അതൊന്നും ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. മരണം വരെ മറക്കില്ല ഞാനത്. ഒക്കെ മറക്കണം. ജീവിതം ഇനി ഒരുപാട് മുന്നോട്ട് കിടക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനിയത്തിയുടെ അമ്മയുടെ ലോകം തന്നെ അഭിമന്യുവാ. അവർക്ക് വേണ്ടി ജീവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അവനവന് വേണ്ടി തന്നെ ജീവിക്കണം. പക്ഷേ നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ സങ്കടപ്പെടുത്താൻ പാടില്ല. നമുക്ക് മുന്നിൽ ഒരു ജീവിതമല്ലേ ഉള്ളൂ. അവർക്ക് വേണ്ടി തന്നെയാ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ അറിഞ്ഞു, അശ്വതിയെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. അവള് പറഞ്ഞുവല്ല. കല്യാണം മുടങ്ങിയ കാര്യം എന്തിനാ എന്നോട് മറച്ചു വെച്ച? അവനെ പോലെ ഒളിവും മറവുമായി നടക്കുന്ന ഒരുത്തൻ നിന്റെ ജീവിതത്തിലേക്ക് വരാത്തത് നന്നായേ ഉള്ളൂ. അത് നീ മനസ്സിലാക്ക. നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ മൂഡ് ഓഫ് ഒന്ന് മാറട്ടെ. ആ, അത് ഉഗ്രൻ ഐഡിയ. അങ്ങോട്ട് നടന്ന നല്ല വെറൈറ്റി ഐസ്ക്രീംസ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. ബാ. വേണ്ട, ബാ. എന്താ ദേ നോക്കിയേ, അത് അവനല്ലേ? ഞാൻ പറഞ്ഞത് ഒരു ഉപദേശമായിട്ട് എടുക്കരുത്. പഴയ പോലെ അഭി പഞ്ചരത്നത്തിലേക്ക് വരണം. എന്തിനാ ഭക്ഷണം കഴിച്ചിട്ട് കുറ്റം പറയാനാണോ? കുറ്റം ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചോ, സാരമില്ല. തമാശ വിട്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇങ്ങനെയൊന്നും മുന്നോട്ട് പോയാൽ ശരിയാവില്ല. എങ്ങനെ? അഭിമന്യു ജോലിക്ക് പോയിട്ട് എത്ര ദിവസമായി? ഓ, അപ്പോ അച്ചു മൊത്തം വിളമ്പി തന്നിട്ടുണ്ടല്ലേ? അവളെ കുറ്റം പറയണ്ട, കാര്യമില്ല ഞാൻ പറഞ്ഞത്. ആ, ഒരുപാട് കാലമായിട്ട് ചോദിക്കണമെന്ന് കരുതിയ ഒരു കാര്യ. ചോദിക്കാമോ? അമൃതയ്ക്ക് എന്നോട് എന്ത് ചോദിച്ചൂടെ? സത്യത്തില് എന്താ അഭിമന്യുവിന്റെ ജോലി? കുറ്റം പറച്ചില്, അതാ എന്റെ ജോലി. ആ, അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതാ പറഞ്ഞത്, ആഹാരം കഴിക്കുക, കുറ്റം പറയുക, അതാ എന്റെ ജോലി. സോറി, ചോദ്യം ഞാൻ തിരിച്ചെടുത്തു. പറയാൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഞാൻ അതിന് തമാശ പറഞ്ഞല്ല, ശരിക്കും പറഞ്ഞത്. മതി മതി, കളിയാക്കുന്നതേ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആരാടി അവനുമായി ചിരിച്ചു കൊഴയുന്ന സുന്ദരി? ആർക്കറിയാം? എനിക്ക് അവളെ കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. പേരും ജാതകവും എനിക്കറിയില്ല. ആരായാലും കൊള്ളാം. കണ്ടിട്ട് നേരെ വാ നേരെ പോലെ അതിനാണെന്ന് തോന്നുന്നില്ല, അല്ലേടി? അതെ, അതിലൊരു സംശയവും ഇല്ല. എന്തായാലും അമൃത എന്നെ കാണാൻ വന്നതിലും സംസാരിച്ചതിലും ഒക്കെ വളരെ സന്തോഷം. ഇതറിഞ്ഞപ്പോ വന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും മനസ്സിൽ തോന്നി. എന്തോർത്ത് നിൽക്കുവാ? പോയി പണി നോക്കാൻ പറയടി. അത് ചിലപ്പോ അവന്റെ പഴയ ലൈൻ വല്ലോ ആയിരിക്കും. പഴയതോ പുതിയതോ ആർക്കറിയാം? എന്തായാലും എന്താ, അഭിമന്യൊന്ന് കുരുക്ക നിന്റെ തലേന്ന് ഒഴിഞ്ഞല്ലോ, അതോർത്ത് സമാധാനിക്ക. സമാധാനിക്കാനല്ല, അവന്റെ സമാധാനം കെടുത്താനാ ഇനി എന്റെ പുറപ്പാട്. എങ്ങാനും നീ അവനെ കെട്ടിയിരുന്നെങ്കിൽ മിക്കവാറും ഇവളെ സൈഡിൽ നിർത്തി നിന്നെ അവൻ തേച്ചേനെ.
ഏതായാലും കല്യാണം മുടങ്ങിയതുകൊണ്ട് നീ ജസ്റ്റ് രക്ഷപ്പെട്ടു. നിന്റെ മനസ്സിന്റെ പുകച്ചിൽ ഇനിയും മാറുന്നില്ലെങ്കിൽ നീ അവനോട് നേരിട്ട് പോയി 2 വർത്താനം പറ. അതോടെ തീർന്നോളൂ നിന്റെ പ്രശ്നം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.